നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. നാടെങ്ങും AAPയുടെ പ്രതിഷേധം. കോട്ടയത്ത് BJP ഓഫീസിലേക്ക് മാർച്ച്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങൂരിന് അഭിമാനമായി പിടിയാന ഗജമേള. അഴകു വിരിച്ച് തലയെടുപ്പോടെ ഗജറാണിമാർ. പ്ലാത്തോട്ടം ബീനയ്ക്ക് തൃക്കൊടുങ്ങൂർ മഹേശ്വരി പ്രിയ ഇഭകുല സുന്ദരി പട്ടം. ഇന്ന് ലോക ജലദിനം. കൊടുംവേനലിൽ വറ്റിവരണ്ട ജലസ്രോതസ്സുകൾ. മാലിന്യവാഹിനിയായി പുഴകൾ. വാർത്തകൾ വിശദമായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. കോട്ടയത്ത് BJP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. കോട്ടയത്ത് AAP പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിനി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൊടിത്താനം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ പങ്കെടുത്തു. BJPയുടെ ഈ കിരാതമായ നടപടിക്കെതിരെ ആം ആദ്മി പാർട്ടി ശക്തമായി പ്രതികരിക്കും. ഈ സത്യത്തിന്റെ നേതാവായ, ജനനന്മയുടെ നേതാവായ, നീതിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ എന്ത് വില കൊടുത്തും ആം ആദ്മി പാർട്ടി സംരക്ഷിക്കും. എന്ത് വില കൊടുത്തും ആം ആദ്മി പാർട്ടി എല്ലാ സപ്പോർട്ടുകളും നൽകും എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആം ആദ്മി പാർട്ടി തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. ആം ആദ്മി പാർട്ടി ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ ബോണ്ട് വഴി അഴിമതിയെ അതിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ച, ഇന്ന് ഭാരതം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും കൂടുതൽ അഴിമതി കാണിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ് അത് മൂടി വെക്കുന്നതിനും അതിനെ കവർ ചെയ്യുന്നതിനും വേണ്ടിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. തുടർന്ന് പ്രവർത്തകർ നാഗമ്പടത്തെ BJP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസിനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം, സംസ്ഥാന ഓഫീസ് ഇൻചാർജ് റെനി ചങ്ങനാശ്ശേരി, നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് മാത്യു തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോകത്തിലെ ഏറ്റവും വലിയ പിടിയാന ഗജമേളയുടെ അഭിമാനത്തിൽ കൊടുങ്ങൂർ. ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് അഴകും നിലവും ഒത്തിണങ്ങിയ ഗജറാണിമാർ അണിനിരന്നത്. 9 ഗജറാണിമാരുടെ തലയെടുപ്പിൽ പെൺപൂരത്തിന്റെ വേദിയായി കൊടുങ്ങൂർ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് പിടിയാനകളെ അണിനിരത്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിടിയാന ഗജമേള ഒരുക്കിയത്. തോട്ടയ്ക്കാട്ട് പാഞ്ചാലി, തോട്ടയ്ക്കാട്ട് കുഞ്ഞുലക്ഷ്മി, പ്ലാത്തോട്ടം ബീന, പ്ലാത്തോട്ടം മീര, ചാന്നാനിക്കാട് ഷീല, വടക്കേക്കര റീന, ഉള്ളൂർ ഇന്ദിര, വേണാട്ടുമറ്റം കല്യാണി, കളപ്പുരയിൽ ശ്രീദേവി എന്നീ ഗജറാണിമാരാണ് അണിനിരന്നത്. ആടയാഭരണങ്ങൾ ഒന്നുമില്ലാതെ പിടിയാനച്ചന്തം ആസ്വദിക്കാനുള്ള അപൂർവ അവസരമാണ് കാഴ്ചക്കാർക്ക് ലഭിച്ചത്. ആവേശമായി ശൈലേഷ് വൈക്കത്തിന്റെ ഗജവിവരണവും ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച അഴകുള്ള പിടിയാനയായി പ്ലാത്തോട്ടം ബീനയെ തെരഞ്ഞെടുത്തു. തൃക്കൊടുങ്ങൂർ മഹേശ്വരി പ്രിയ ഇഭകുല സുന്ദരി പട്ടം പ്ലാത്തോട്ടം ബീനയ്ക്ക് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ സമ്മാനിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കും കൊടുങ്ങൂർ പൂരം കാണുന്നതിനും വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കൊടുങ്ങൂരമ്മയുടെ അനുഗ്രഹവർഷം കൊണ്ട് പവിത്രമായി കൊടുങ്ങൂർ ദേശം. പള്ളിവേട്ട ദിനമായ വെള്ളിയാഴ്ച രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പിൽ നടന്ന അഞ്ചാന എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രമായി. കൊടുങ്ങൂരമ്മയുടെ അനുഗ്രഹവർഷത്താൽ നിറഞ്ഞ കൊടുങ്ങൂർ ദേശം. മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിലേക്ക്. പള്ളിവേട്ട ദിനമാണിന്ന്. പള്ളിവേട്ട ദിനം രാവിലെ മുതൽ ആറാട്ട് ദിനമായ ശനിയാഴ്ച രാത്രി വരെ 48 മണിക്കൂർ തുടർച്ചയായി പൂരമാണ്. രാവിലെ ക്ഷേത്രത്തിൽ ശ്രീബലി എഴുന്നള്ളിപ്പിൽ നടന്ന അഞ്ചാന എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രമായി. നാദസ്വരവും സ്പെഷ്യൽ തവിലും അകമ്പടിയായി. തുടർന്ന് മേജർ സെറ്റ് പഞ്ചവാദ്യവും ചെണ്ടമേളവും അരങ്ങേറി. ശനിയാഴ്ച പകലാണ് കാവടിയാട്ടവും കാവടി അഭിഷേകവും. തുടർന്നാണ് ആനയൂട്ട്. ഉച്ചകഴിഞ്ഞ് ക്ഷേത്ര ആറാട്ടുകടവിൽ ആറാട്ട് നടക്കും. രാത്രി ആറാട്ട് എതിരേൽപ്പ് സമയം കുടമാറ്റവും ഉണ്ടാകും. തുടർന്ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയിറക്കം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കണ്ണിനും മനസ്സിനും കുളിർമയേകി കാഴ്ചയുടെ വിസ്മയം തീർത്ത് ആനച്ചമയ പ്രദർശനം. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായാണ് ആനച്ചമയ പ്രദർശനം നടന്നത്.
മധ്യകേരളത്തിൽ ആദ്യമായി പിടിയാന ഗജമേള നടത്തി പ്രസിദ്ധമായ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ ഈ വർഷം തിരുവുത്സവത്തിന് മറ്റൊരു ആകർഷണം കൂടി സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന കാഴ്ചയായ ആനച്ചമയം. 15 ആനകളുടെ ആടയാഭരണങ്ങളും കുടകളുമാണ് ആനച്ചമയത്തിന്റെ ഭാഗമായി കൊടുങ്ങൂരിലെ ദേവി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആനയെ കൂടാതെ ആനകളുടെ ആടയാഭരണങ്ങളും കാഴ്ചക്കാർക്ക് അടുത്തു കാണുകയാണ് ഈ പ്രദർശനം ലക്ഷ്യം വെക്കുന്നത്. തൃശൂരിൽ നിന്നാണ് ഇവ എത്തിച്ചത്. ആനയുടെ മസ്തകത്തിൽ കെട്ടുന്ന നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം എന്നിവ പ്രദർശനത്തിന് വെക്കുന്നതാണ് ആനച്ചമയം. കൂടെ വർണ്ണക്കുടകളും വെക്കും. ഉത്സവങ്ങൾക്കും മറ്റും എഴുന്നള്ളിക്കുന്ന ആനകളെ അലങ്കരിക്കുന്ന പ്രത്യേക ആഭരണമാണ് നെറ്റിപ്പട്ടം. ചെമ്പും സ്വർണവും കൊണ്ടാണ് കേരളത്തിന്റെ തനത് നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് ഈ നെറ്റിപ്പട്ടങ്ങൾ. മയിൽപീലികൾ, വിവിധ വർണ്ണത്തിലുള്ള കടലാസുകൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ച വിശറിയാണ് ആലവട്ടം. ഇവയും ബുദ്ധമതത്തിന്റെ സംഭാവനയാണ്. ആന എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നതാണ് വെഞ്ചാമരം. ഹിമപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന യാക്ക് എന്ന മൃഗത്തിന്റെ രോമം കൊണ്ടാണ് വെഞ്ചാമരം നിർമ്മിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നാണ് കേരളത്തിലേക്ക് യാക്ക് രോമങ്ങൾ എത്തിക്കുന്നത്. കൊടുങ്ങൂരിൽ നടന്ന ആനച്ചമയം കാണാൻ നിരവധി പേരെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. ജലം ഓരോ തുള്ളിയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1992 ബ്രസീലിലെ റിയോവിൽ ചേർന്ന UN കോൺഫറൻസിലാണ് ജലദിനമെന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത്. 1993 മാർച്ച് 22 മുതൽ ഈ ദിനം ലോക ജലദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഭൂമിയിലെ ആദ്യത്തെ ജീവനുണ്ടായത് ജലത്തിലാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് ഒന്നടങ്കം നിലനിൽക്കാൻ അത്യാവശ്യമായ വസ്തു എന്താണെന്ന് ചോദിച്ചാലും അതും നമ്മുടെ ജലം തന്നെ. വൈവിധ്യമാർന്ന പലതരം വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വെള്ളത്തിനുണ്ട്. ആ കഴിവിനെ തന്നെയാണ് മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നതും ജലത്തിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നതും. ഓരോ ദിവസം ചെല്ലുന്തോറും കൊടും വേനലിൽ ഉരുകിത്തീരുകയാണ് നാട്. ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ വറ്റിവരണ്ടു കഴിഞ്ഞു. ഉള്ള ജലസ്രോതസ്സുകളാകട്ടെ മാലിന്യ കൂമ്പാരവുമാണ്. ഈ സാഹചര്യങ്ങളാണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. ലോക ജലദിനം ആചരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. മാലിന്യം മൂലം മലിനമാകുന്ന ജലസ്രോതസ്സുകളും കയ്യേറ്റം മൂലം ഇല്ലാതാകുന്ന പുഴകളും ആറുകളും നിത്യക്കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ദേശവിളക്ക് ക്ഷേത്ര പരിസരത്തെ ദീപപ്രഭയിൽ മുക്കി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ദേശവിളക്ക് തിരിതെളിയിച്ചു. ആദ്യമായാണ് കിഴക്കേ നടയിൽ ദേശവിളക്ക് ഒരുക്കുന്നത്. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷമായി. ക്ഷേത്രത്തിന്റെ 4 നടകളിലും ഭക്തർ ദേശവിളക്ക് ഒരുക്കി. കിഴക്കേ നടയിൽ ദീപാലങ്കാരങ്ങൾ നിറഞ്ഞത് മനോഹരമായ കാഴ്ചയായി മാറി. ആദ്യമായാണ് കിഴക്കേ നടയിൽ ദേശവിളക്ക് ഒരുക്കിയത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ദേശവിളക്ക് തിരിതെളിച്ച് സമാരംഭം കുറിച്ചു. ഇവിടെ ദേശദേവനാകുന്ന തിരുനക്കര അപ്പന്റെ ഇവിടെ തിരുസന്നിധിയിൽ നിന്നും തുടങ്ങുന്ന ഈ ദീപത്തിന്റെ വെളിച്ചം ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ദീപമായിട്ട് മാറി ഭക്തജനങ്ങൾക്ക് സന്തോഷവും അതിനുപരി സമാധാനവും നൽകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പടിഞ്ഞാറേ നടയിലും മറ്റു 3 നടകളിലും ഭക്തർ ദീപങ്ങൾ തെളിച്ച് പ്രഭാപൂരം ഒരുക്കി. ദേശവിളക്ക് തൊഴാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. കിഴക്കേ നടയിലെ ദേശവിളക്ക് വിസ്മയ കാഴ്ചയായി മാറി. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധവുമായി NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം PK ആനന്ദക്കുട്ടൻ. സത്യഭാമയുടെ പരാമർശം തരം താണതാണെന്നും ഇവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നും PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ഈ നൂറ്റാണ്ടിലും ഇത്തരം ജാതി അധിക്ഷേപം നടത്തുന്ന ഈ കലാമണ്ഡലം സത്യഭാമയെ പോലുള്ളവരെ ഈ സമൂഹത്തെ പടിയടിച്ച് പിണ്ടം വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കലയ്ക്ക് നിറമോ മണമോ ഇല്ല. കല ആസ്വാദനത്തിന് വേണ്ടിയാണ്. അതിനെ അഭ്യസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കലാ ഉപാസന നടത്തുന്നവരെയും ആക്ഷേപിക്കുന്ന ഇത്തരം സ്ത്രീകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. ലോക ജലദിനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി YWCA. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്ക് പ്രവർത്തകർ കുടിവെള്ളം വിതരണം ചെയ്തു.
YWCയുടെ നേതൃത്വത്തിൽ കോട്ടയം ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. ജലം അമൂല്യമാണെന്നും അത് മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം. നഗരസഭാംഗം സിൻസി പാറയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 22 ലോക ജലദിനത്തോടനുബന്ധിച്ച് കോട്ടയം YWCA ജലത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആളുകൾക്ക് കുടിക്കുവാനായിട്ട് ശുദ്ധജലവുമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം കോട്ടയം YWCA സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ കോട്ടയം ജില്ലാശുദ്ധിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയുമാണ്. YWCA പ്രസിഡന്റ് ഷൈല സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ, സുജ കുര്യൻ, സുമ എബ്രഹാം, ലേഖ ആർ പിള്ള, ഫെമി സാബു, CC കുരുവിള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ സ്പ്രേയിംഗ് നടത്തുന്നതിനും സ്പ്രേയിംഗ് ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും 27-ന് ഓൺലൈൻ പരിശീലനം നൽകുന്നു. വിവരങ്ങൾക്ക് ഫോൺ 9447710405. ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിൽ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ പ്രൊഫഷണൽ നിയമനത്തിനായി 25-ന് രാവിലെ 10:30-ന് നടത്താനിരുന്ന അഭിമുഖം മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. നാടെങ്ങും AAPയുടെ പ്രതിഷേധം. കോട്ടയത്ത് BJP ഓഫീസിലേക്ക് മാർച്ച്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങൂരിന് അഭിമാനമായി പിടിയാന ഗജമേള. അഴകു വിരിച്ച് തലയെടുപ്പോടെ ഗജറാണിമാർ. പ്ലാത്തോട്ടം ബീനയ്ക്ക് തൃക്കൊടുങ്ങൂർ മഹേശ്വരി പ്രിയ ഇഭകുല സുന്ദരി പട്ടം. ഇന്ന് ലോക ജലദിനം. കൊടുംവേനലിൽ വറ്റിവരണ്ട ജലസ്രോതസ്സുകൾ. മാലിന്യവാഹിനിയായി പുഴകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.